2020 മുമ്പ് ഇതിന് ചുറ്റുമുണ്ടായിരുന്ന പറയ കോളനികളിൽ ചുറ്റുമുള്ള പറയ കോളനികളിൽ വിൽപ്പന ചെയ്യുകയും അതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മറ്റുള്ളവർ വാങ്ങിക്കുകയും ചെയ്ത അതിനോട് തൊട്ടുകൊണ്ട് തന്നെയാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാവിൻ്റെ ഒരു അധികാരവും ഒരാൾക്കും നമ്മൾ ഈ കുടുംബം നൽകിയിട്ടില്ല. ഈ പറയുന്ന കാവ് അന്ന് കയ്യേറ്റം ചെയ്യുകയും JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുകയും അതോടൊപ്പം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതിയും 1, 2, 3 ഇതിലുള്ള 10 അത് എഴുതിയിട്ടുണ്ട്, ഫോമിലുണ്ട്. 1, 2, 3, 4, 5, 6 പ്രതികൾ പേരൊക്കെ അതിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അവർ ഇത് കയ്യേറ്റം ചെയ്ത് JCB ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തിരുന്നു. പുതുതായിട്ട് വാങ്ങിച്ച ആളുകളാണ്, അത് 2020 രജിസ്ട്രേഷൻ ചെയ്ത ആളുകളാണ് വാങ്ങിച്ചത്. എന്തോ 2009 വിൽപ്പന നടത്തിയാണ്, ഒരു അവകാശം ഒഴിയാണ് രജിസ്റ്റർ ഓഫീസിൽ വിൽപ്പന നടത്തിയ വിറ്റ ആളായിരുന്നു. ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അയാൾ വേറെ ആർക്കും മറച്ചു കൊടുത്ത് പിന്നീട് 11 മുതൽ ആ സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടി പല ആളുകൾ എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങളെ പൂർവ്വ അമ്പലം തറവാട്ടുകാവാന്ന് പറഞ്ഞിട്ട് ചെറിയൊരു തറകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് പലതും എനിക്ക് അതിൽ നിന്ന് സ്ഥലം തരാം, 10 സെന്റ് സ്ഥലം തരാം, കുടീശ്വരം തരാം. പിന്നെ എൻ്റെ 10 രൂപ എൻ്റെ കൂടെ നടന്നായി പ്രശോഭം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഏട്ടനെ പ്രബോധോടെ വീട്ടിൽ ഞാൻ മെഡിക്കൽ കോളേജ് ജോലിൻ്റെ ആവശ്യമായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ അവൻ അതാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാനവനോട് ചോദിച്ചല്ല, ഈ ഞാൻ എന്നെ കാണാവുന്ന മെഡിക്കൽ കോളേജ് പണിയുടെ കാര്യമില്ലേ പ്രബോധം? അപ്പം എന്നോട് പറഞ്ഞു, അല്ല ഇത് നമുക്ക് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞോ അങ്ങനെ. അപ്പം ഞാനത് ഒപ്പം പറഞ്ഞാൽ ഇവിടെ എനിക്ക് പ്രശ്നം വരും. പിന്നെ അവൻ്റെ അനിയൻ തന്നെ എൻ്റെ വീട്ടിൽ 30 ലക്ഷം റുപ്യ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്ഷേത്രം തകർത്ത സമയത്ത് എൻ്റെ സുഹൃത്തുക്കളെ, ഞാനൊരു രാഷ്ട്രീയത്തിൽ ആരും ഇടപെടുത്തില്ല, സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ ഞാനൊരു മരിച്ച വീട്ടിലാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീരാംഗോന്റെ പേരിലാണ് പരാതി കൊടുത്തത്. സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അന്ന് എൻ്റെ സുഹൃത്തിൻ്റെ ചേട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ എൻ്റെ അനിയൻ്റെ ആര് ചെയ്താലും അത് എത്രയോ ഒരു പരിചയൻസ് നമ്മൾ അറിയുന്ന ചിലപ്പോൾ ഒരു പണ്ട് മുതലേ വിളക്കെത്തിക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതില് ഇവർ വലിയൊരു ഗൂഢാലോചന നടത്തി 1-ാം പ്രതിനെ കോടതി അറസ്റ്റ് ചെയ്യാൻ അന്ന് മുതൽ മറ്റുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്ത് 1-ാം പ്രതിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ പട്ടികജാതി സമൂഹം ജാതി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് അതൊന്നും അവർ ചേർത്തിയിട്ടും ഇല്ല.